ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് അങ്ങനെയല്ല വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞു. പാല് വന്നു കേട്ടോ. പാൽക്കാര് വന്നു. പാലൊക്കെ വാങ്ങിച്ചു. ഇനി അടുത്ത പരിപാടി ചായ വെക്കണം. പിന്നെ മോള് സ്കൂൾ വിട്ട് വന്നിട്ടില്ല കേട്ടോ. അവൾക്ക് എക്സാം തുടങ്ങിയിട്ടുണ്ട്. ഓണം പരീക്ഷയുടെ ഒരു മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം അവര് സ്കൂൾ വിട്ട ശേഷമാണ് കേട്ടോ എക്സാം വെക്കുന്നത്. 4 മണിക്ക് സ്കൂൾ വിടും. അപ്പൊ 4 to 5 എക്സാം വെച്ചിരിക്കുന്നത്. അപ്പൊ 5 മണിക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് ബസ് കയറി ഇവിടെ എത്തുമ്പോഴേക്കും 5:30 കഴിയും കേട്ടോ. അപ്പൊ അവള് വരുമ്പോഴേക്കും ഭയങ്കര വിശപ്പായിട്ടാണ് അവള് വരിക. അപ്പൊ എന്തെങ്കിലും അവൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കണം. അവൾക്ക് വന്നിട്ട് ദോശ ഇഡ്ഡലി അതാണ് കേട്ടോ മെയിൻ ആയിട്ട് അവൾക്ക് വേണ്ടത്. നല്ല വിശപ്പുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെയൊക്കെ കഴിച്ചാലും വിശപ്പ് മാറില്ല. പിന്നെയും വിശക്കുന്നു പറയും. അപ്പൊ ഞാൻ അധികം വന്നതും ദോശ ഇഡ്ഡലി എന്തെങ്കിലും കൊടുക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചായ വെക്കണം. പിന്നെ മാവ് ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ഉണ്ട്. ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് കൊടുക്കാം. പിന്നെ ഞാൻ ഇഡ്ഡലി ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് ഇതാ പുറത്തെടുത്ത് വെച്ചു. തണുപ്പ് ആറിയ ശേഷം ഉണ്ടാക്കണം. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ചമ്മന്തി വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനൊരു അടിപൊളി ഉള്ളിച്ചമ്മന്തി അരയ്ക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആ ചായ വെക്കാനായിട്ട് ഇതാ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ചായയൊക്കെ കൊടുത്ത ശേഷം ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ അവള് വന്നിട്ടില്ല, വരാൻ സമയമാവും. പിന്നെ അവള് വന്ന് മേലൊക്കെ കഴുകി എന്തായാലും സമയമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ചായ കുടിച്ച ശേഷം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ പാല് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ എനിക്ക് മധുരമുള്ള ചായ, കണ്ണം ചേച്ചിക്ക് മധുരം ഇല്ലാത്ത ചായ കേട്ടോ. കണ്ണം ചേച്ചിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ മധുരം ഒന്നും ഇടില്ല കേട്ടോ ചായയില്. അപ്പൊ ഒരു വിത്തൗട്ടും ഒരു വിത്തും. അപ്പൊ ഒരു വിത്തൗട്ട് ചായയും വെക്കണം. പിന്നെ എനിക്ക് പിന്നെ പഞ്ചസാര ഇട്ടിട്ടും വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ ബ്രെഡ് ഉണ്ട്. ഒരു ബ്രെഡും ചായയും കൂടി കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ അതാ ഒരു ബ്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ കഴിക്കട്ടെ. അപ്പൊ നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് ഇതാ ചായയും ബ്രെഡും ഉണ്ട്. അപ്പൊ അപ്പഴേ ഉറങ്ങി എണിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പ് കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ച് ഉറങ്ങി, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ചായയാണ് കേട്ടോ. ഞാൻ രാവിലെ വന്നിട്ട് കട്ടൻ ചായ കേട്ടോ കുടിക്കുക. കട്ടനാണ്. വൈകുന്നേരം മാത്രമേ പാലൊഴിച്ച് കുടിക്കുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാല് മൈഗ്രെയിൻ ഉള്ളവരില്ലേ, രാവിലെ നമ്മള് ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കില്ലേ, ഉഴുന്ന് ചേർത്തിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ പാൽ അതിന്റെ കൂടെ കഴിക്കാൻ പാടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടു കേട്ടോ യൂട്യൂബില്. ഒരു ഡോക്ടർ സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ അതിന് ശേഷം ഞാൻ രാവിലെ കട്ടൻ ചായയാണ് കുടിക്കാറ് കേട്ടോ. ടിഫിൻ കഴിക്കുമ്പോ എനിക്ക് ചായ കുടിക്കണം. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെയാണ്. അപ്പൊ പാല് ഒഴിവാക്കിയിട്ട് കട്ടനാണ് ഞാൻ കുടിക്കാറ്. കട്ടനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം പാലൊഴിച്ചിട്ട് ഒരു നേരം മാത്രം പാലൊഴിച്ച് ചായ കുടിക്കും. ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അത്. നമുക്ക് ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയല്ല, സോറി, ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. സൂപ്പറാണ്. ഇനി ഞാനിപ്പോ എടുത്തിരിക്കുന്ന 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വേണം. കുറച്ച് ഉണക്കമുളക് വേണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഒരു 3 വെളുത്തുള്ളി. ഇതൊക്കെയാണ് നമ്മുടെ ഈ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിക്ക് ആവശ്യം കേട്ടോ. ഇത് നമ്മുടെ പാലക്കാടൻ ഉള്ളിച്ചമ്മന്തി എന്നൊക്കെ പറയാം. നന്നായി വഴറ്റി എടുത്തിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചമ്മന്തി അരയ്ക്കാനായിട്ട് കേട്ടോ. ഈ സംഭവം ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റി എടുക്കണം. എന്നിട്ട് വേണം അരയ്ക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും അടിപൊളി കോമ്പിനേഷൻ ആണ്. ഇതിന്റെ കൂടെ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ചട്നിയും ഈ ചമ്മന്തിയും കൂടി കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ ചട്നി ഒന്നും അരയ്ക്കില്ല കേട്ടോ. അയ്യോ, നല്ല കണ്ണരിയുണ്ട്. നമ്മൾ എന്താ പറയാ, ഉള്ളിയൊക്കെ അരിയുമ്പോ ഫാൻ ഇടാൻ പാടില്ല തോന്നുന്നില്ല. ഞാൻ ഇപ്പൊ ഫാൻ ഇട്ടിട്ടുണ്ട്. അതാണ് കണ്ണ് ഒരുപാട് എരിയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര എരിയില്ല. ഈ 2 ഉള്ളി അരിയുമ്പോഴേക്ക് ഇത്ര എരിയില്ല. ഫാൻ ഇട്ടപ്പോ കൂടുതലായി. ഞാൻ ഫാൻ ഓഫാക്കി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വരാം കേട്ടോ.
നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാ 2 സവാള അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി, പിന്നെ അതാ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇത് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 7 എടുത്തേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റാൻ പോവാട്ടോ. നന്നായി വഴറ്റണം കേട്ടോ, അപ്പോഴേ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് വറ്റൽമുളകിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഉണക്കമുളകിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അനു വന്നാ ഇതാ മോള് വന്നു കേട്ടോ. മോള് ഇതാ മേല് കഴുകാൻ പോയി. അപ്പൊക്ക് ഞാൻ വേഗം ഒന്ന് ചമ്മന്തി ഒന്ന് അരച്ചു വെക്കട്ടെ കേട്ടോ. ഭയങ്കര വിശപ്പായിട്ടാണ് ആള് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാ മുളക് നന്നായി ചൂടായി. ഇനി നമുക്ക് 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവാളേനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള മാത്രം ഇട്ട് കൊടുക്കാം. തക്കാളി ഇതൊന്ന് പകുതി വഴറ്റിയെടുത്ത ശേഷം തക്കാളിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തക്കാളിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോഴേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് സെറ്റായി വരട്ടെ കേട്ടോ. ഞാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി അരച്ചോണ്ടിരിക്കുകയാണ് നിനക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട്. ഇതെപ്പോഴും അരക്കണതല്ല, പഞ്ചസാര ചമ്മന്തി ആരെങ്കിലും ഇടുവോ? എന്തൊരു എന്റെ കുക്കിംഗ് അനുവിന് ഭയങ്കര പേടിയാട്ടോ. ഞാൻ ചിലതിലൊക്കെ പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ, ചില കറികളില്. അപ്പൊ അനുവിന് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ പഞ്ചസാര ഇടുന്നത്. ഞാൻ ചില കറികൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മള് മധുരം ചേർക്കില്ലേ, അതുപോലെ. പക്ഷെ അനുവിന് ഇഷ്ടമല്ല. അപ്പൊ ഞാനിപ്പോ ചമ്മന്തിയില് പഞ്ചസാര ഇടുക. ഇത് ചായക്ക് എടുത്തതാണ് കുട്ടി, ചായക്ക്. ഇപ്പൊ എന്തായാലും ഞാൻ ചമ്മന്തി ആയിരിക്കല്ലേ. അപ്പൊ ഇഡ്ഡലിയല്ലേ നിനക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ദോശക്ക് ചമ്മന്തി സൂപ്പർ ആയിട്ടുണ്ടാവും. ഇതുപോലെ അയ്യോ മല്ലി നമുക്ക് ഇട്ടിട്ടില്ല. വാ 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 ഇവിടെ വാ. മല്ലിയില് കടയിലുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ പോണ്ട വെച്ചിട്ട് അങ്ങനെ. പക്ഷെ ഇത് അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും എന്റെ കുക്കിങ്ങിനെ കുറ്റം പറയുന്ന ഒരാളാണ് അനാമിക. ഞാൻ എന്ത് വെച്ചാലും ഫസ്റ്റ് കുറ്റേ പറയുള്ളൂ. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ്, ഇനിയും വേണം പറയൂട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അതെ, അങ്ങനെ തന്നെയാണ്. എന്ത് വെച്ചാലും ഫസ്റ്റ് അവള് കുറ്റം അല്ലാണ്ട് നല്ലത് പറയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ തന്നെ താല്പര്യമില്ല. എന്താ കയ്യില് പേപ്പർ നോട്ടെ, പേപ്പർ നോട്ടാ. ഇതില് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അവള് വീഡിയോയില്. മത്സ്യപ്പൊടി വിചാരിച്ചിട്ടില്ല കേട്ടാ, മത്സ്യപ്പൊടി ഞാൻ വിചാരിച്ചില്ല. ശരി, അവൾക്ക് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. അനാമിക നന്നായി പഠിക്കും. അപ്പൊ അതിന്റെ പേപ്പർ കിട്ടിയിട്ട് സംസ്കൃതം പേപ്പർ കിട്ടിയിട്ടുണ്ട്. 20ല് 19 മാർക്ക് ഉണ്ട്. 1 മാർക്ക് ജസ്റ്റ് മിസ്സാട്ടോ. നന്നായി പഠിക്കട്ടോ. മോള് നന്നായി പഠിക്കൊക്കെ ചെയ്യും. ഭദ്ര എടുത്തു വെച്ചോ. അയ്യോ ഭയങ്കര വികൃതിയാണ് കേട്ടോ. കാണാനല്ല കൊത്തോടൊക്കെ ഇട്ടിട്ടുണ്ട്. മോള് ഭയങ്കര എന്താ പറയാ കളി കൂടുതലാണ് കേട്ടോ. പക്ഷെ എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. പുറത്തൊക്കെ ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ, പൂച്ചേനെ പോലെയാണ്. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിന് ചൂടാറിയ ശേഷം നമുക്ക് അരയ്ക്കാം. അപ്പൊ നമ്മുടെ ചമ്മന്തി ചൂടാറാൻ വേണ്ടിട്ട് ഞാനിതാ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേഗം ആറാൻ വേണ്ടിട്ടാണ്. സമയമായില്ലേ, അപ്പൊ അത് അവള് മേല് കഴുകാൻ പോയി. അപ്പൊ ഇങ്ങനെ വേഗം ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. അത് ചൂടാറും, ഫാൻ ഇട്ട വേഗം ആറും. അതിന് വേണ്ടിട്ട് ഫാനിന്റെ അടിയിൽ വെച്ചാണ് കേട്ടോ.
ഫാൻ്റെ അടിയിൽ വെച്ചപ്പോ തന്നെ പെട്ടെന്ന് ചൂടാറി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ അവൾക്ക് ദോശ മതി പറഞ്ഞു കേട്ടോ, ഇഡ്ഡലി വേണ്ട, ഇഡ്ഡലിക്ക് കുറച്ച് സമയാവില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണം പറഞ്ഞു. അപ്പൊ ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ എന്താ കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പ് കല്ലായതുകൊണ്ട് ചൂടാവാൻ ഇത്തിരി സമയം എടുക്കും. അപ്പൊ ഞാനത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു, അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് വേഗം ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് അവള് വരാൻ കുറച്ച് ലേറ്റ് ആയും ചെയ്തു, ഭയങ്കര വിശപ്പും ആൾക്ക്. വേഗം ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം. അമ്മിയിൽ അരക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെ അരക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി കടുക് വറക്കണം കേട്ടോ. ഇതിനൊന്ന് കടുക് വറുത്തെടുക്കാം, അപ്പോഴേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ കല്ലൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ദോശയൊക്കെ ഒന്ന് ഒഴിച്ച്, അപ്പൊ നമുക്ക് വേഗം തന്നെ ദോശ ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. ചമ്മന്തിയൊക്കെ കടുക് താളിച്ചു അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ദോശ ഉണ്ടാക്കി വേഗം ഒന്ന് മോൾക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് ഭയങ്കര വിശപ്പിലാണ് ആള്. വേഗം ഒന്ന് ഇത് കൊടുത്തിട്ട് വരാം. കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കാകുമ്പോ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. അപ്പൊ നമുക്ക് കുറച്ച് നെയ്യൊക്കെ മേലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ദോശയും സൂപ്പർ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോളത് അവിടുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം ഒന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അനു ദോശ, അതാനു എന്റെ ഫേവറേറ്റ് ദോശയും ചമ്മന്തിയും. കഴിക്കൂ, എങ്ങനെയുണ്ട് പറയാൻ. നീ എന്റെ ചമ്മന്തിനെ കുറ്റം പറഞ്ഞതല്ലേ അപ്പോഴേ, മല്ലിയിലില്ല അതില്ല അതില്ല പറഞ്ഞിട്ട്. നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഫോണൊക്കെ നമുക്ക് പിന്നെ ഓണാക്കാം, നീ കഴിച്ചിട്ട് അഭിപ്രായം പറ, ഞാൻ വെയിറ്റ് ചെയ്യല്ലേ. എങ്ങനെയുണ്ട് പറ. ശരിക്കും ഇഷ്ടപ്പെട്ടാ? മല്ലിയിലില്ലാണ്ട് എങ്ങനെയുണ്ട്? മല്ലിയിൽ ഇപ്പൊ ഇല്ലല്ലോ, ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോ എങ്ങനെയും വെക്കാം. എങ്ങനെയൊരു ടേസ്റ്റ്? ശരി, ഓക്കെ. ഇനി ദോശ ഉണ്ടാക്കി തരാട്ടോ. അപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മോൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു, അത് അവള് കഴിക്കുന്നുണ്ട്. ഇനി ഷോപ്പ് അടയ്ക്കണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ പണി. പക്ഷെ കറണ്ട് പോയിട്ടോ. കറണ്ട് പോയി പറഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, അതല്ല നമ്മുടെ വീട്ടില് കറണ്ട് ഉണ്ട്. കടയിലത്തെ എന്തോ ഒരു കംപ്ലൈന്റ് ഇട്ടാ, ലൈറ്റ് അങ്ങനെ ഓഫായി. ഇതല്ല ഉമ്മർത്തൊന്നും വെളിച്ചില്ല. അവിടുത്തെ എന്തോ ഒരു കംപ്ലൈന്റ് ഇട്ടാ, കടയിൽ മാത്രം വെളിച്ചില്ല. അപ്പൊ എന്തോ കംപ്ലൈന്റ് ഇട്ടാ, കടയിൽ ലൈറ്റ് കത്തുന്നില്ല, മീറ്റർ ഓഫായി കിടക്കാട്ടോ. എന്തെങ്കിലും ഫ്യൂസ് പോയോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഏട്ടൻ അവിടെ കറണ്ട് ഓഫീസിൽ വിളിച്ചു ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ കറണ്ട് വന്നിട്ട് വേണം എനിക്ക് ഷോപ്പ് അടയ്ക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.